ശ്യാമ 2009 നവംബർ 8 കാർണവർ കൊല്ലപ്പെടുന്നത്. ഭാസ്കര കാർണവർ. ആ കുറ്റത്തിന് ജയിലിൽ കഴിയുകയാണ് ഷെറിൻ. അപ്പോൾ ഷെറിനെ മോചിപ്പിക്കാൻ വേണ്ടി മന്ത്രിസഭ തീരുമാനിക്കും. വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ആ തീരുമാനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ജയിൽ ഉപദേശക സമിതി അംഗം ഒരു സരളയുണ്ട്. ഈ സരള പറയുന്നത് വളരെ നല്ല നടപ്പ്, മാനസാന്തരമൊക്കെ വന്ന് നല്ല നടപ്പാണ് ഈ ഷെറിൻ. അതുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഷെറിനേക്കാളൊക്കെ 10-20 വർഷം ഇതുവരെ പുറത്തിറങ്ങാൻ പറ്റാത്ത വനിതാ തടവുകാരൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഷെറിനെ പുറത്തിറക്കാനുള്ളൊരു തീരുമാനം വന്നു. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഈ മന്ത്രിസഭാ തീരുമാനം ഗവർണർ അംഗീകരിക്കണം. ഗവർണറുടെ മുമ്പിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഗവർണർ അതെടുത്ത് അങ്ങോട്ട് മാറ്റിവെച്ചു. തൽക്കാലം പരിഗണിക്കുന്നില്ല, സൈഡിലോട്ട് വെച്ച് കൊടുത്തു. കുറച്ച് കഴിയട്ടെന്ന് പറഞ്ഞു. അതായത് സർക്കാരിലെ ഈ CM-നൊന്നും വലിയ താല്പര്യമൊന്നും ഈ കാര്യത്തിലില്ല. സർക്കാർ ഇതൊരു ചൂണ്ടയാണ്, ഗവൺമെൻറ്റിന് ഇതൊരു ചൂണ്ടയാണ്. അതായത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർക്കാർ തീരുമാനങ്ങളോട് എങ്ങനെ പ്രതികരിക്കും? ഇത് മന്ത്രിസഭയിലൊരു ഘടകകക്ഷിയുടെ മാത്രം ആവശ്യമാണ് ഷെറിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. ഏതാനും കുറച്ച് പേരുടെ മാത്രം ആവശ്യമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാരിനൊരു ചൂണ്ടയാണ്. ആ ചൂണ്ടയാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഷെറിൻ്റെ പേപ്പർ എടുത്ത് ഗവർണർക്ക് മുന്നിലേക്ക് വച്ചു കൊടുക്കുന്നു. അതായത് മന്ത്രിസഭാ തീരുമാനത്തോട് ഗവർണർ എങ്ങനെ പ്രതികരിക്കും എന്ന് സർക്കാരിന് കൃത്യമായി അറിയണം. ഇതാണ് അവിടെ നടക്കുന്നത്. ഒരു ടെസ്റ്റ് ഡോസ്. നേരത്തെ ഇരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നെങ്കിൽ ഇത് മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തേനെ. അപ്പോൾ ഇത് തള്ളിക്കളഞ്ഞേനെ. കാരണം അത് അങ്ങനെ ഒരു പരീക്ഷണത്തിൻ്റെ ആവശ്യം ഇനി മേലോട്ട് വിട്ട് പേരുദോഷം കേൾപ്പിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് അംഗീകരിച്ചു കൊടുക്കില്ല, എടുത്ത് ദൂരെ കളയുമെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഉള്ള കാര്യകാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിക്കും. എന്തുകൊണ്ട് എങ്ങനെ ഇത്തരത്തിൽ 14 വർഷം മാത്രം ഇതുള്ള ശിക്ഷ അനുഭവിച്ച ഒരു യുവതിയുടെ കേസ് എങ്ങനെ എൻ്റെ മുന്നിലേക്ക് എങ്ങനെ വന്നു എന്ന് സർക്കാരിനോട് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിക്കും. അതുകൊണ്ട് അത് ആദ്യമേ തള്ളും. ഇതിപ്പോൾ ഒരു ടെസ്റ്റ് ഡോസിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഈ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് മുന്നിൽ ഇത് വന്നപ്പോൾ അദ്ദേഹം ഇതെടുത്ത് ആദ്യമേ തന്നെ മാറ്റിവെച്ചു. പിന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പം ഷെറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു പോസിറ്റീവായിട്ടൊരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഷെറിനെ പുറത്തുവിടാൻ പാടില്ല, അങ്ങനെ പുറത്തുവിടുകയാണെങ്കിൽ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവും അതുപോലെ തന്നെ മോചനവുമായിരിക്കും അടുത്ത പേപ്പറായി വരാൻ പോകുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വരാൻ പോകുന്നത് ഈ അടുത്ത തീരുമാനം ഇതൊക്കെ ആയിരിക്കും എന്ന് കാണിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് ഒരു കത്ത് കൊടുത്തു. ആ കത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആർലേക്കർക്ക് ഒരു കത്ത് കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അത് അവിടെ പരിഗണിക്കപ്പെട്ടു. നേരത്തെ തന്നെ അദ്ദേഹം മാറ്റിവെച്ചു. ഇപ്പോൾ അത് വീണ്ടും അതിൻ്റെ ഒരു സീരിയസ്നെസ് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ആർലേക്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നോക്കിയും കണ്ടുപോയി എന്തും ചെയ്യും. അദ്ദേഹത്തെ ഇത്രയും കാലം, അതായത് ഇപ്പം ദീർഘകാലമായിട്ട് പല സംസ്ഥാനങ്ങളിലും ഭരണത്തിലിരുന്ന ഗവർണറായിരിക്കുകയും അതുപോലെ തന്നെ മന്ത്രിയായിരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് അദ്ദേഹത്തിന് ഈ കാര്യവിവരം എന്ന് പറയുന്ന സാധനം ഉണ്ട്, വളരെ കൂടുതലായിട്ട് ഉണ്ട്. ഇവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഇവരെക്കാൾ ശിക്ഷ അനുഭവിച്ച, ഷെറിനേക്കാൾ ശിക്ഷ അനുഭവിച്ച, ഏതാണ്ട് 20 വർഷത്തോളം ശിക്ഷ അനുഭവിച്ച ലൈലയുടെ മോചനം 2 എണ്ണമാണ് ജയിൽ ഉപദേശക സമിതി പാസ്സാക്കി വിട്ടത്. ഒന്ന് ലൈല, ഒന്ന് ഷെറിൻ. ലൈലയുടെ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് കിടക്കുക, ആഭ്യന്തര വകുപ്പിൽ കിടക്കുക. മന്ത്രിസഭാ തീരുമാനമായി വന്നില്ല, മന്ത്രിസഭയിലേക്ക് കയറിയില്ലത്, ആഭ്യന്തര വകുപ്പിൽ കിടക്കുക. ഷെറിൻ മാത്രം നേരെ ഓടിക്കേറി. ഷെറിൻ വളരെ ഫാസ്റ്റാണ്. ഷെറിന് വലിയ പ്രത്യേകതയുണ്ട്. അതായത് സഹതടവുകാരിയായ സുനിത പോലും വന്ന് പറഞ്ഞു. അതെ, 22 തവണയായിട്ട് 6 വർഷത്തിനിടെ 22 തവണ 444 ദിവസമാണ് അവർക്ക് ജാമ്യം ലഭിച്ചത്. 444 ദിവസം എന്ന് പറയുമ്പോൾ ഒരു കാലയളവ് അറിയാമല്ലോ. ഇത്രയും ദൈർഘ്യമുള്ള സമയം അവർക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. പിന്നെ വെറും 14 വർഷം എന്നുള്ളത് കഴിഞ്ഞിട്ട് വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്കാണ് കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ഇത് പാസ്സാക്കി വിട്ടത്. ഈ ജയിൽ ഉപദേശക സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ്. ഇതിനകത്ത് ഒരംഗമുണ്ട് ഈ ജയിൽ ഉപദേശക സമിതിയിൽ. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്നവരല്ല, അത് നോമിനിയാണ്. നോമിനി എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റേതായിട്ടുള്ള സർക്കാർ ആരുടെ സർക്കാരാണോ ആ സർക്കാരിൻ്റെ
പാർട്ടിയിലുള്ള ഒരാൾ. ഇയാൾ ഈ ജയിൽ ഉപദേശക സമിതിയിൽ കാണും. ബാക്കിയെല്ലാം ജയിൽ ഉദ്യോഗസ്ഥർ, പ്രൊബേഷൻ ഓഫീസർ, പോലീസ്, ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹം പറയുന്ന സാധനം അവിടെ രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹമാണ് അവിടെ തീരുമാനിക്കുന്നത്. ഇത് അവിടെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. ഷെറിൻ തന്നെ പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ മന്ത്രിയുമായിട്ട് നല്ല ബന്ധമാണെന്ന്. ഒരു ഘടകകക്ഷിയുടെ ആവശ്യപ്രകാരമാണ് ഇത് ചെയ്യുന്നത്. ബ്രൂവറി അടക്കമുള്ള കേസുകൾ ഇവിടെ കിടക്കുമ്പോൾ സർക്കാരിന് ഒരു ഘടകകക്ഷിയെയും ഇപ്പോൾ പിണക്കാൻ താല്പര്യമില്ല. ഇത്തരം കേസുകൾ കിടക്കുന്നത് കൊണ്ട് മുഴുവൻ ഘടകകക്ഷികളെയും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഇനി വേണ്ട ഒരു ചോട്ടാ പാർട്ടിയാണെങ്കിലും ഒരു പിണക്കവും വേണ്ട, എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ എന്നാണ് സർക്കാരിൻ്റെ നിലവിലുള്ള തീരുമാനം. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. പാസ്സാക്കിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാസ്സാവണ്ടേ? അതെ, പാസ്സാവാൻ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതിൽ ആരെങ്കിലും വന്ന് ഉടക്ക് വെക്കുകയാണെങ്കിൽ അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കാണാൻ തിരക്കുകൾക്കിടയിലും CM ഓടിയെത്തുന്നത്. അതുപോലെ ഇവരൊക്കെ ഇപ്പോൾ തമ്മിൽ നേരത്തെയൊക്കെ വിമർശനങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചിരുന്നവർ ഇപ്പോൾ ആർക്കും ഒരു വിമർശനവുമില്ല. കാര്യം ഇനി അധിക ദിവസം അധികാരത്തിൽ ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇനി മൂന്നാമതും അധികാരത്തിലെത്തണം. മൂന്നാമതും അധികാരത്തിലെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അധികാരത്തിലെത്താൻ 5 വർഷം കാത്തിരിക്കേണ്ടി വരും. ആ 5 വർഷം വെറുതെ ഇരിക്കുകയല്ലേ, കുറേ സമരങ്ങൾ നടക്കും. അതിവിടുത്തെ ഈ പിള്ളേരെ നടത്തിക്കോളും. SFIയുടെയും DYFIയുടെയും പിള്ളേരിറങ്ങി കുറേ സമരങ്ങളും കാര്യങ്ങളും നടത്തും. പിന്നെ ഈ പറയുന്ന നിയമസഭയിൽ കുറച്ച് ബഹളം അവിടെ കിടന്നുണ്ടാക്കാം. പക്ഷേ ഇത് വരില്ല. അത് വരണ്ടേ? അത് വരണം. ചെമ്പാണോ ഉദ്ദേശിച്ചത്? അത് വരണമെങ്കിൽ ഇത് നടക്കണം. അല്ലാതെ മന്ത്രിസഭയിൽ എല്ലാവർക്കും ഷെറിനോട് പ്രണയമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല. ഇതൊരു ടെസ്റ്റ് ഡോസ് ഇട്ട് കൊടുത്തിരിക്കുക. ഇത് പാസ്സായി വരികയാണെങ്കിൽ വീണ്ടും അടുത്ത സാധനങ്ങൾ, അതായത് ഗവർണർ നമ്മുടെ ആളാണ്, നമ്മുടെ സ്വന്തം ആളാണെന്നൊരു ബോധ്യം സർക്കാരിന് വരും. ഒരു പരീക്ഷണം നടത്തുന്നു. ഇത് ചെറിയ മീൻ. ഈ ചെറിയ മീനെ ഇട്ടിട്ട് വലിയ മീനുകളെ പിടിക്കാം. അതാണ് അവരും ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇത് പാസ്സാക്കുമെന്ന്. ഇപ്പോൾ ഷെറിൻ ശരിക്കും കണ്ണൂർ ജയിലിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയായിരിക്കും പുറത്ത് വരാൻ വേണ്ടി. ഈ പറയുന്ന പോലെ ഗോഡ് ഫാദർമാർ ഇഷ്ടം പോലെ ഉള്ളപ്പോൾ അവരും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാകുമല്ലോ. ഈ ജയിലിലുള്ള ജീവനക്കാർ വഴി തന്നെ ഷെറിന് ഇവിടുത്തെ അപ്ഡേഷൻ ചെല്ലുന്നുണ്ട്. കൃത്യമായി ഇതുപോലെ മന്ത്രിസഭ പാസ്സാക്കിയിട്ടുണ്ട്. ഷെറിൻ്റെ കാര്യത്തിൽ ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം സർക്കാർ ചെയ്ത് കഴിഞ്ഞു. മന്ത്രിസഭ വരെ പാസ്സാക്കി. അതാണ് ഇതിൻ്റെ അങ്ങേയറ്റം. ഇനി ഇതിനകത്ത് ഗവർണർ എന്ന് പറയുന്ന ഒരു ബോഡി അത് മാത്രമാണ് ഉള്ളത്. സാധാരണ മന്ത്രിസഭാ തീരുമാനങ്ങളൊക്കെ തന്നെ ഗവർണർ പാസ്സാക്കാറുണ്ട്. അതിൽ വ്യത്യസ്തത കാണിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ, ചില ബില്ലുകളിലൊന്നും ഒപ്പുവെക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ പുതിയ ഗവർണർ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം കൂടെ നിൽക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഷെറിന് അധിക ദിവസം വൈകാതെ പുറത്തു വരാൻ സാധിക്കും. അതിന് വലിയ താമസം വേണ്ടി വരില്ല. പക്ഷേ ഷെറിൻ്റെ കഷ്ടകാലത്തിന് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് BJP ആയിപ്പോയി. BJPയുടെ ഗവർണർമാരാണ് സംസ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നത്. അവരൊക്കെ ഈ പറയുന്ന പോലെ ഒരു ഉദാര മനസ്സ് ഇക്കാര്യങ്ങളിലൊന്നും കാണിക്കുന്നവരല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നേരത്തെ ഉണ്ടായിരുന്ന മുൻകാലഘട്ടങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഗവർണർമാരൊക്കെ ഈ ഒരു യുവതിയല്ലേ, ഇനി അത് അതിനകത്ത് ഇത്രയും കാലം കിടന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് എഴുതി ഒപ്പിട്ട് വിടുമായിരുന്നു. ഒരു സൈൻ്റെ കേസേ ഉള്ളത്, ഒരു സൈൻ്റെ കേസാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം മിക്കവാറും ഇത് നിയമോപദേശം തേടും. സർക്കാരിനോട് വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടും. അത്തരത്തിൽ ആവശ്യപ്പെട്ടാൽ സർക്കാർ മറുപടി നൽകണം. സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ വിശദീകരണം നല്ല നടപ്പ്, വനിത ജയിലിലെ നല്ല നടപ്പ്. 4 തവണയാണ് ജയിൽ മാറ്റി നല്ല വനിതയെ. നല്ല നടപ്പിൻ്റെ ഭാഗമായിട്ട് ആദ്യം പൂജപ്പുരയായിരുന്നു. അവിടെ കിടന്ന് അലമുണ്ടാക്കിയപ്പോൾ നെയ്യാറ്റിങ്കര ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ കിടന്ന് ഫോൺ വിളിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു സ്കോർപ്പിയോയിൽ വിളിച്ച് കയറ്റി വിയൂര് കൊണ്ടുപോയി. വിയൂര് അവിടെ കിടന്ന് ജയിൽ വാർഡന്മാരെ വെല്ലുവിളിച്ചു, ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് ഒടുവിൽ കണ്ണൂരേക്ക് എത്തിയിരിക്കുന്നത്. കണ്ണൂരിപ്പം കാര്യമായ പരാതികളൊന്നും കണ്ണൂരിൽ നിന്ന് അവരെ പറ്റി പുറത്തേക്ക് വരുന്നില്ല. നേരത്തെ വിയൂര് ഈ ജയിൽ ജീവനക്കാരെയും വെല്ലുവിളിച്ചു. അവിടെ ഉണ്ടായൊരു പ്രശ്നം, ഇവർക്ക് കുട അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഒരു വലിയ കുട എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കുടയല്ല, വലിയൊരു കുട. നമ്മൾ ഈ ചാനൽക്കാർ ഉപയോഗിക്കുന്ന ക്യാമറ ഇല്ലേ, നമ്മൾ മാധ്യമ പ്രവർത്തകർ ഉപയോഗിക്കുന്ന, അതായത് ക്യാമറ, ഈ സാധനങ്ങൾ, ലൈവ് വ്യൂ ബാഗ് എല്ലാം സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ചാനലൊരു
വലിയ കുട കൊടുക്കും. വലിയ കുട. ചാനലിൻ്റെ പേരും ആ കുടയിലുണ്ടാവും. അത്തരത്തിലൊരു വലിയ കുട സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട്. അത് ഡോക്ടർ നിർദ്ദേശിച്ച അവർക്ക് സ്കിന്നിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എഴുതി മേടിപ്പിച്ച. ഏതായാലും ഷെറിൻ്റെ കാര്യത്തിൽ ഗവർണർ ആണ് ഇനി അന്തിമ തീരുമാനം എടുക്കുന്നത്. അദ്ദേഹം അതെടുത്ത് ആ ഫയൽ എടുത്ത് മാറ്റി വെച്ചു. ഇനി ആ ഫയൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരട്ടെ. അതെ, 25 വർഷമായി കിടക്കുന്നവരുണ്ടെന്നേ, എല്ലാവരും ഇറക്കട്ടെ. ഷെറിനും ഇറങ്ങിക്കോട്ടെ, ബാക്കി എല്ലാവരും ഇറങ്ങിക്കോട്ടെ, എല്ലാവരും പുറത്തിറങ്ങട്ടെ. ഇത്രയും കാലം കിടന്നല്ലോ, 10, 15 വർഷം 20 വർഷം കിടക്കുന്നത് മതി. അവരും ഇറങ്ങട്ടെ. ഇതുവരെയൊന്നും കൊണ്ടുപോകാൻ ഒരു ആശ്രയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ആശ്രയ കേന്ദ്രത്തിൽ അല്ല, ഇനി ഒരു ആദ്യം നടക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ആശ്രയ കേന്ദ്രത്തിലേക്ക് ഇവരെ കൊണ്ടുപോകാമെന്നല്ലാതെ ഇവരെ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള തടവുകാർ ഇപ്പോൾ നമ്മുടെ ജയിലുകളിൽ ഉണ്ട്. അവരെയൊക്കെ ഏതെങ്കിലും ഒരു ആശ്രയ കേന്ദ്രം കൊണ്ടുപോകട്ടെ. ചിലർക്ക് ഇറങ്ങി പോകാനും താല്പര്യമില്ല. ഇനി ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഒരാൾ 10-25 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് കാലും കണ്ണും ഒന്നും കാണാതെ പൂജപ്പുരം ഒന്ന് കീഴടങ്ങി. ഞാനാണ് പഴയൊരു കൊലപാതക കേസിലെ പ്രതി, പരോളിൽ ഇറങ്ങി മുങ്ങിയതാണെന്ന് പറഞ്ഞു. പോലീസ് അത് ജയിൽ വകുപ്പ് അത് വെരിഫൈ ചെയ്തു, ശരിയാണ്, അദ്ദേഹം തന്നെയാണ്. ഇപ്പം നോക്കാനും കാണാനും ആരുമില്ല, ഭാര്യ മരിച്ചും പോയി. ജയിലാണ് സുഖം. ഭക്ഷണം കിട്ടും, ചികിത്സ കിട്ടും, അവിടെ കിടന്ന് തന്നെ മരിക്കാം. ശരി.